ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും ആരോഗ്യ വകുപ്പിന് കീഴിലും വ്യാവസായിക പരിശീലന വകുപ്പിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇടുക്കി ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ആരോഗ്യ വകുപ്പിൻ്റെ അറക്കുളത്തുള്ള സ്ത്രീകളുടെ പകൽ വീട്ടിലേക്ക് അറ്റൻഡർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. വോക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂലൈ 25 രാവിലെ 11 മണി മുതൽ സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ചിട്ടാണ്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 55 വയസ്സ് കവിയരുത്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും ആധാർ അല്ലെങ്കിൽ വോട്ടർ ID എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. നിയമനം സ്ത്രീകൾക്ക് മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മാവേലിക്കര ICDS പരിധിയിൽ ചെന്നിത്തല പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികളിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തികയിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി ചെന്നിത്തല പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 18നും 46നും വയസ്സിനിടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയാവുന്നവരുമായിരിക്കണം. അപേക്ഷ 2024 ജൂലൈ 31 വൈകിട്ട് 5 മണിക്ക് മുൻപായി പുതിയകാവ് മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ICDS ഓഫീസിൽ നൽകേണ്ടതാണ്. അപേക്ഷാ ഫോമുകൾ മാവേലിക്കര ICDS ഓഫീസിലും ചെന്നിത്തല പഞ്ചായത്ത് ഓഫീസിലും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് വയനാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കൽപ്പറ്റ ICDS പ്രോജക്റ്റ് ഓഫീസിന്റെ പരിധിയിലുള്ള വെങ്ങപ്പള്ളി, കോട്ടത്തറ ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജൂലൈ 31 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ICDS ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവറുടെയും ക്ലീനറുടെയും ഡ്രൈവർ കം ക്ലീനർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പ്രായപരിധി വരുന്നത് 60 വയസ്സിൽ താഴെയാണ്. താല്പര്യമുള്ളവർ യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ 24 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജി അപ്രന്റീസിനെ നിയമിക്കുന്നുണ്ട്. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 24 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ട്രേഡ്സ്മാൻ 2 and 3 വീലർ മെയിൻ്റനൻസ്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ട്രേഡ്സ്മാൻ ഫിറ്റിംഗ്, ട്രേഡ്സ്മാൻ വെൽഡിംഗ് തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓരോ ഒഴിവ് വീതം വന്നിട്ടുണ്ട്. ട്രേഡ്സ്മാൻ യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ THSLC അല്ലെങ്കിൽ SSLCയും ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ ITI അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ KGCE അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യരായ അപേക്ഷകർക്ക് സ്കൂളിൽ നടക്കുന്ന അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. ട്രേഡ്സ്മാൻ 2 and 3 വീലർ മെയിൻ്റനൻസ് ജൂലൈ 23 രാവിലെ 9 മണിക്കും ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ജൂലൈ 23 രാവിലെ 10:30 ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ജൂലൈ 23 ഉച്ചയ്ക്ക് 12 മണിക്കും ട്രേഡ്സ്മാൻ വെൽഡിംഗ് ജൂലൈ 23 ഉച്ചയ്ക്ക് 2 മണിക്കുമാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ടെക്നിക്കൽ എക്സ്പെർട്ടിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ്, സോയിൽ എഞ്ചിനീയറിംഗ്, അനിമൽ ഹസ്ബൻഡറി എഞ്ചിനീയറിംഗ് എന്നിവയിലൊന്നിലെ ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഉയർന്ന യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 34,300 രൂപയാണ് ലഭിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് ഉൾപ്പെടെ 24 വൈകിട്ട് 3 അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വ്യാവസായിക പരിശീലന വകുപ്പിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വ്യാവസായിക പരിശീലന വകുപ്പിൽ രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാന IT സെല്ലിൽ
ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ 1 വർഷ കാലയളവിലേക്ക് നിയമനം നൽകുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ തയ്യാറാക്കി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 25/7/2024 രാവിലെ 11 മണിക്ക് മുമ്പായി ട്രെയിനിംഗ് ഡയറക്ടർ, ട്രെയിനിംഗ് ഡയറക്ടറേറ്റ്, 5ാം നില, തൊഴിൽ ഭവൻ, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ നേരിൽ ഹാജരാവേണ്ടതും അന്നേ ദിവസം നടക്കുന്ന അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കേണ്ടതുമാണ്. കോപ്പ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് യോഗ്യത ഉള്ളവർ മാത്രമേ അഭിമുഖത്തിന് ഹാജരാവേണ്ടതുള്ളൂ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണുള്ളത്. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. ക്വാളിഫിക്കേഷൻ SSLC ഉണ്ടായിരിക്കണം. കൂടാതെ NTC അല്ലെങ്കിൽ STC ഇൻ കോപ്പയാണ്. പ്രതിമാസ വേതനം 21,175 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.